ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് ഹോണ്ട ഡിയോ HT മോഡൽ വണ്ടിയാണ്. അതിൻ്റെ നമുക്ക് ഓയിൽ കത്തി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് നമ്മളത് റിപ്പയറിങ്ങിനായിട്ട് അയച്ചാണ്. അതിനകത്ത് പറഞ്ഞത് മറ്റേ പുകയുടെ കംപ്ലൈൻറ്റ്, ഓയിൽ കത്തണ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്ക് വീല് ആക്സിലിനട്ടൊക്കെ മാറ്റിയിട്ടാലും ഇടയ്ക്കിടയ്ക്ക് ലൂസാവുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കംപ്ലൈൻറ്റ് വേണ്ടിയിട്ടാണ് അയച്ചത്. അപ്പോൾ നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്താണ് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് വന്നേക്കണേ. നമ്മളത് അയച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ഫുള്ള് ഉരുകി പിടിച്ചാണ് സിറ്റുവേഷനിൽ ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റേതായിട്ടുള്ള സൗണ്ട് വ്യത്യാസവും നിലവിൽ കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു കറക്റ്റ് പാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാനും പറ്റും. നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട്. ഇതിക്ക് മുമ്പ് 2 പ്രാവശ്യം എഞ്ചിൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പറയാൻ കാരണം ഞാൻ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഇതുമൊക്കെ കിടക്കുന്നത് സെക്കൻഡ് ബോറിംഗ് പിസ്റ്റണാണ് കിടക്കുക. അപ്പോൾ ഫസ്റ്റ് ബോർ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവാം. അതിന് ശേഷം രണ്ടാമത് സെക്കൻഡ് ബോറിംഗ് ഒരു പ്രാവശ്യം ചെയ്ത് ഉപയോഗിച്ചിട്ട് വീണ്ടും കംപ്ലൈൻറ്റ് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടി മാറ്റി റീസെറ്റ് ചെയ്യണം ഏറ്റവും ബെറ്റർ. കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഈ വാൽവ് അത് ലെയ്ത്ത് വർക്ക് വന്ന കേസാണ്. വാൽവ് ലെയ്ത്തി കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനകത്ത് 2024 ചെയ്തായിട്ട് ഡേറ്റ് ഒക്കെ ഇതുമ്പോൾ കിടക്കുന്നുണ്ട്. 2024 വർക്ക് ചെയ്തായിട്ടുള്ള ഡേറ്റ് ഒക്കെ ഇതുമ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് വാൽവ് നോക്കിയിട്ട് വാൽവിൻ്റെ ഭാഗത്തൊക്കെ സീറ്റിംഗ് കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് അത് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഞാൻ ഇവിടെ വാൽവ് ബെൻഡ് ആയതുകൊണ്ട് തന്നെ കംപ്രഷൻ ലീക്കേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി സ്ലോ സ്പീഡിലൊന്നും നിൽക്കില്ല. വണ്ടി സ്റ്റാർട്ടായി റേസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ നിൽക്കുള്ളൂ. അങ്ങനെ ആക്സിഡൻറ്റ് കൊടുത്ത് കുറച്ച് ഓഫ് ആവുന്ന കണ്ടീഷനിലേക്കാണ് ഓടിക്കേണ്ടത്. അപ്പോൾ നിലവിൽ സിലിണ്ടർ പിസ്റ്റൺ നല്ല രീതിയിൽ ഡാമേജ് ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് നമ്മൾ പിസ്റ്റൺ കണക്ട് ചെയ്യുന്നത് ഈ കണക്ടർ റോഡിനാണ്. ഈ കണക്ടർ റോഡിന് പിന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പിസ്റ്റണിലേക്ക് അത് പിടിപ്പിച്ച് നിൽക്കണം. പക്ഷേ ഈ കണക്ടർ റോഡിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഷേക്ക് അത് കാണിക്കുന്നുണ്ട്. ഇത്ര ഷേക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ നോർമൽ നമുക്കൊരു ഫ്രീ പ്ലേ ഉണ്ടാവും. സാധാരണ രീതിയിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡ് നോർമൽ രീതിയിലുള്ള ഫ്രീ പ്ലേ കാണാറുണ്ട്. പക്ഷേ ഇത് സാധാരണയേക്കാൾ ഒരു അല്പം കൂടി കൂടുതലുണ്ട്. അത് അതിൻ്റെ ലക്ഷണം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന കണക്ടർ റോഡിൻ്റെ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിൻ്റെ പിന്നിന് തേമാനം ഉള്ളപ്പോഴാണ് കൂടുതൽ പ്ലേ ഒക്കെ സാധാരണ രീതിയിൽ കാണിക്കാറ്. പ്രത്യക്ഷത്തിൽ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ തേമാനം ഉള്ളതിൻ്റെ സൗണ്ടാണ് കാണിച്ചായിരുന്നത്. പക്ഷേ നമുക്ക് ഇതും കൂടി ക്ലിയർ ചെയ്ത് ഇടാണെങ്കിൽ ഉണ്ടല്ലോ നാളെ ഒരിക്കലും നിങ്ങളുടെ പൈസ പോകാത്ത രീതിയിൽ അത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇതൊന്ന് അഴിച്ച് നോക്കിയിട്ട് ഡാമേജ് ഉള്ള പാർട്സ് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് പോകാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാനായിട്ട് ഈ സിലിണ്ടർ പിസ്റ്റൺ മാറ്റിയിട്ട് സോൾവ് ആയിക്കോളും. പക്ഷേ നമുക്ക് ഈ ഐറ്റം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കും. വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്രാങ്ക് ഷാഫ്റ്റ് ക്ലിയർ ചെയ്ത് വിട്ടാലാണ് അത് റെഡി ആവുള്ളൂ. ഇപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് പറയാം. പിന്നെ ബാക്ക് വീലിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇവിടെ വീലിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് പോയി കിടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഷേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് വന്നത് മാറണമെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അയച്ചാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തന്നെയല്ല വീലിനിട്ട് ലൂസായി കിടന്ന് ഓടിയിട്ട് ഈ വീലിൻ്റെ ഇതിൻ്റെ മില്ലിങ്ങിനൊക്കെ ഓൾറെഡി തേമാനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം ഗിയർ ബോക്സ് അയച്ചിട്ട് അത് റെഡി ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്ക് ഇതിൻ്റെ ഔട്ടറിൻ്റെ ഭാഗം ലേത്തി കയറ്റി ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് തൽക്കാലം സെറ്റ് ചെയ്യാൻ പ്രശ്നമില്ല. സാധാരണ രീതിയിൽ അങ്ങനെ വന്ന സമയത്ത് ഹബ്ബും ഈ ഷാഫ്റ്റും കൂടി മാറ്റേണ്ടതാണ് സാധാരണ വരാറ്. ഏതാണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ പൊട്ടലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ ചെയ്യണം. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് മാറ്റി പുതിയത് ഇടണം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണ് അത് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റിയാണോ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ട് പറയണം. അത് ചെയ്യാനാണ് നമ്മൾ സാധാരണ നമ്മൾ സജഷൻ പറയുകയാണെങ്കിൽ അതും കൂടി ചെയ്തിടാനേ പറയുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ പൈസ മുടക്കി വീണ്ടും കംപ്ലയിൻറ്റ് കുറേ ഓടി കഴിഞ്ഞ് വീണ്ടും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും സാമ്പത്തിക നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ചിലവിൽ അതാണ് തീർന്നു പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയും. നമുക്ക് ആ രീതിയിൽ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം.